സ്ഥിതി ചെയ്യുന്ന സാവൻലിന്നയിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് നമ്മൾ. ഞങ്ങൾ രണ്ടുപേരും കൂടി പോകേണ്ട യാത്രയായിരുന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പോകുന്നത്. ഹെൽസിങ്കിയിൽ നിന്നും ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട് സാവൻലിന്നയിലേക്ക്. റൗണ്ട് ട്രിപ്പ് ടിക്കറ്റിന് ഏകദേശം €100 ചിലവുണ്ട്. ഹെൽസിങ്കിയിലൊക്കെ മഞ്ഞൊരുങ്ങിയെങ്കിലും ഇവിടെ എവിടെയായിട്ട് മഞ്ഞ് കാണാം. പരിക്കാല എന്ന സ്ഥലത്ത് നമുക്ക് ട്രെയിൻ മാറി കയറണം. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ലോക്കൽ ട്രെയിനാണ്. ആകെ 2 കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ഈ ലോക്കൽ ട്രെയിനിൻ്റെ അകത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ലാപ്പിൻഗാന്ത ഇമാത്ര പ്രദേശത്തിലൂടെ പോകുമ്പോൾ നമുക്ക് സൈമ തടാകം കാണാൻ പറ്റും. ഫിൻലൻഡിലെ ഏറ്റവും വലിയ തടാകമാണ് ലേക്ക് സൈമ. ഈ പ്രദേശം മൊത്തം ജിയോ പാർക്കായിട്ട് യുനെസ്കോ കഴിഞ്ഞ ദിവസമാണ് അംഗീകരിച്ചത്. അങ്ങനെ 4 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം സാവൻലിന്നയിലെത്തി. Welcome to Savonlinna. സൈമയുടെ ഭംഗിയുടെ ഒരു സാമ്പിൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാം. ഒരു ദ്വീപ് പോലെ ഒറ്റയ്ക്ക് വെള്ളത്തിൽ തിരിയുന്ന ഒരു കോട്ടയാണ് ഒലാവിൻലിന്ന. ഫിൻലൻഡിലെ മറ്റു കോട്ടകളെ പോലെ തന്നെ ഇതും ആദ്യം സ്വീഡിഷുകാർ പണികഴിപ്പിച്ചു. അതിനുശേഷം റഷ്യക്കാർ അതിനെ കീഴടക്കി. അതിനുശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം ഫിൻലൻഡിനായിട്ട് കിട്ടുകയും ചെയ്തു. കോട്ടയ്ക്ക് അടുത്തായിട്ട് ഒരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിന് മുമ്പിൽ പല സ്ഥലത്തേക്കായിട്ടുള്ള ദൂരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണിത്. ഒലാവിൻലിന്ന പണി കഴിപ്പിച്ചത് ഒരു ഡാനിഷ് നൈറ്റാണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും ഇത്. കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു ചേട്ടൻ അതിലൂടെ കയാക്ക് ചെയ്ത് പോകുന്നത് കണ്ടു. ഇതെന്താണെന്ന് ഒരു ഐഡിയയുമില്ല. എന്തോ സ്മാരകം പോലെയുണ്ട്. ഒരുപക്ഷെ പാലം ഇങ്ങോട്ട് അടുപ്പിക്കാനുള്ള മണിയായിരിക്കും ഇത്. ഈ പാലം വെള്ളത്തിന് മുകളിലൂടെ നമുക്ക് നീക്കാവുന്ന ഒരു പാലമാണ്. ഇത് കിടന്ന് ആടുന്നുണ്ട്.
ടിക്കറ്റ് എടുപ്പിച്ചതിന് ശേഷമാണ് അവിടെയുള്ള ചേച്ചി പറഞ്ഞത് പല സാധനങ്ങളും അടച്ചിട്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ക്യാസിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും വൈഫിനെ കൂടെ കൊണ്ടുവരാഞ്ഞത് നന്നായി. നമ്മുടെ നൈറ്റ് ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. കോട്ടയെ ചുറ്റിപ്പറ്റിയ ഒരു കറുത്ത മുട്ടനാടിൻ്റെ കഥ വളരെ പ്രസിദ്ധമാണ്. റഷ്യക്കാർ ആക്രമിക്കാൻ വന്ന ഒരു രാത്രി ഒരു കറുത്ത മുട്ടനാട് വലിയ കൊമ്പുകളോടുകൂടി ഈ കോട്ടയുടെ മുകളിൽ കയറി നിന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുകയുണ്ടായി. ഇത് കണ്ടിട്ട് റഷ്യക്കാർ ഇത് ശരിക്കും ചെകുത്താനാണെന്ന് കരുതി യുദ്ധം ഉപേക്ഷിച്ച് തിരിച്ചു പോയെന്നാണ് കഥ. മിക്ക സ്ഥലങ്ങളും റിനോവേഷനായിട്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നതുകൊണ്ട് എനിക്ക് അധികം സമയം ഇതിനകത്ത് ചിലവഴിക്കാൻ കഴിഞ്ഞില്ല. സാവൻലിനയിലേക്ക് വരുന്ന ട്രെയിൻ ഒരു ടണൽ കഴിഞ്ഞിട്ട് ഒരു പാലത്തിലൂടെ കടന്നിട്ടാണ് അവിടെ എത്തുന്നത്. ആ പാലം വഴി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കോട്ടയുടെ മറുവശത്തെത്താൻ പറ്റും. ഒലാവിൻലിന്ന കോട്ട മൊത്തത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശയോടുകൂടി ഞാൻ സാവൻലിന്നയിലേക്ക് തിരിച്ചു വന്നു. ട്രെയിൻ വരാൻ ഇനിയും കുറേ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിന് ചുറ്റുമുള്ള കുറച്ച് പ്രദേശത്തൊക്കെ നടക്കാൻ പോയി. എങ്ങും സൈമയുടെ മനോഹാരിത ദൃശ്യമാണ്. ഇനി മടക്കം 4 മണിക്കൂർ യാത്രയുണ്ട്. എന്നാലും സൈമയുടെ ഓരങ്ങളിലൂടെയാണല്ലോ യാത്ര. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.